ലാസ്റ്റ് 6 വർഷം ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു. മയക്കുമരുന്ന് വിപണനത്തിലൂടെയും അതിലൂടെ ഉണ്ടാക്കിയ പൈസ അവരുടെ കൊച്ചിൻ്റെ അഡ്മിഷന് മുടക്കിയിട്ടുണ്ടെങ്കിലും വസ്തു വാങ്ങിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വാങ്ങിച്ച വസ്തു അവർ വേറൊരാൾക്ക് കാശ് വാങ്ങിച്ച് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും ആ വസ്തു വരെ പിടിച്ചെടുക്കാൻ ഈ നിയമം, നമ്മുടെ നിയമം നിയമം പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ അത്തരം കടുത്ത നടപടികളിലൂടെ നമ്മൾ കിടക്കുക. അല്ലാതെ നമ്മൾ ബീഡി വലിക്കാരനെ പിടിക്കാനൊന്നുമല്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് കഞ്ചാവ് വലിക്കാരനെ പിടിച്ച്, ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു, കഞ്ചാവ് വലിക്കാരനെ പിടിച്ച് ഞങ്ങളൊരു കേസെടുത്തു. 12 പേരെ പിടിച്ച് 12 കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസുകൾക്ക് അല്ല നമുക്ക് താല്പര്യം. നമുക്ക് കഞ്ചാവ് വലിക്കുന്നവരെന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അവർ വിക്ടിംസാണ്. സമൂഹത്തിൻ്റെ ഇടപെടൽ ആവശ്യമുള്ളവരാണ്, ഇൻ്റർവെൻഷൻ ആവശ്യമുള്ളവരാണ്, ചികിത്സ വേണം. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് മതി. റിപ്പീറ്റഡ് ആണെങ്കിൽ ശക്തമായ ചികിത്സ വേണം. ഇല്ലെങ്കിൽ അവർ അച്ഛനമ്മയും കൊല്ലും. 4 ദിവസം മുമ്പ് ഒരു സംഭവം, ഞാൻ സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല, അമ്മയെ കൊന്നു. എന്തിനാ അമ്മയെ കൊന്നേ? അവൻ പറയുന്നത് എനിക്ക് ജന്മം തന്നതുകൊണ്ട് അവർ ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവൻ അത്രമാത്രം ഫ്രസ്ട്രേറ്റഡായി, ഡിപ്രസ്ഡായി, അവൻ്റെ മനസ്സ് തകർന്നു, ശരീരം തകർന്നു, ഭ്രാന്തമായപ്പെടുത്തേൻ അവന് തോന്നുകയാണ് എനിക്ക് ജന്മം തന്നവർ, കാരണം ഞാൻ ഇത്രയും അനുഭവിക്കൂല്ലേ. അപ്പോൾ ആരാ ഒന്നാമത്തെ കുറ്റവാളി? എന്നെ നൊന്ത് പ്രസവിച്ച് 10 മാസം കൊണ്ടു നടന്ന് നൊന്ത് പ്രസവിച്ച് കാല് വളരുന്നോ കൈ വളരുന്നോ നോക്കി താലോലിച്ച് പോറ്റി വളർത്തി എറുമ്പ് പോലും കടിക്കാതെ നോക്കി വളർത്തി വലുതാക്കിയ അമ്മയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഭ്രാന്തമായി ഒരുത്തൻ ചിന്തിക്കുന്നെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമല്ല, വളരെ വ്യാപകമായിട്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്.